പറയുന്നത്. പക്ഷേ വിഷ്വലി നമ്മൾ സംഭവങ്ങൾ കാണുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഹൊറർ പടത്തിൻ്റെയും ഒക്കെ കാര്യം പറയും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കലാനിലയത്തിൻ്റെ രക്തരക്ഷസം കാണാം. എന്തുമാത്രം 2 കൊല്ലമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ആൾക്കാർക്ക് അറിയാം അതിനകത്ത് പ്രേതം വരും, മോളിൽ നിന്ന് വരും, ചോര വലിച്ചു കയറി കുടിക്കുന്നതൊക്കെ അറിയാം. അതൊക്കെ സാങ്കല്പിക കഥകളാണെന്നൊക്കെ എല്ലാം അറിയില്ല. ആ ഡ്രാമയൊക്കെ ഭയങ്കര ഹിറ്റാണ്, അതറിയാം. ഇത് ആൾക്കാർ സിനിമ എൻജോയ് ചെയ്യുന്നത് വേറെ സംഭവമാണ്. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരു പടമാണ് ആടുജീവിതം. അതെ അതെ അതെ. വളരെ ഡ്രൈ ആയിട്ട് കാര്യങ്ങൾ, മരുഭൂമി, ഒരാളുടെ കഷ്ടപ്പാടാണ്. പക്ഷേ നമ്മളത് ഉൾക്കൊള്ളുകയാണ്. കാര്യം ഒരാളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട്, അയ്യോ ഞാനാണ് ഈ പൊസിഷനെങ്കിൽ അയ്യോ തകർന്നു പോകും. അത് ആൾക്കാർ അതിലോട്ട് ഇറങ്ങിച്ചില്ല ആ സിനിമ. അതാണ് ആ സിനിമയുടെ വിജയം. അപ്പോൾ അതുപോലെ ഈ സിനിമ എല്ലാവരും എൻജോയ് ചെയ്യും. അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ്. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ഡെലിബറേറ്റ് കോമഡികളോ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ പടങ്ങൾ ചില ഫോർമുലയാണല്ലോ പണ്ടൊക്കെ. ഒരു അടുക്കളക്കാരി കോമഡി ഒന്നുമില്ല കേട്ടോ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കഥ പറഞ്ഞു.